ഹായ് ഗൈസ്, ഇറ്റ്സ് മീ വൈശാഖ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് യമഹയുടെ R1M അതുപോലെ തന്നെ യമഹയുടെ R1 ആണ്. ഇതാണ് യമഹയുടെ R1M. നോർമൽ R1 ഇൻ ദ സെൻസ് 2018 ഇറങ്ങിയ R1 R1M വരുമ്പോൾ കുറേ കാർബൺ ഫൈബർ ഇൻസെറ്റ്സുകളും കാർബൺ ഫൈബറിൻ്റെ കുറേ മെറ്റീരിയൽസിൻ്റെ യൂസേജും അതുപോലെ ഇലക്ട്രോണിക്സ് കുറച്ചധികം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നോർമലി 2 ഡിസ്ക് സാധാരണ എല്ലാ സൂപ്പർ സ്പോർട്സ് ബൈക്കിലും കാണുന്ന പോലെ ഫ്രണ്ടിൽ 2 ബാക്കിൽ ഒരെണ്ണം, വിത്ത് ABS, ട്രാക്ഷൻ കൺട്രോൾ, എല്ലാ ഇലക്ട്രോണിക്സോട് കൂടിയിട്ടാണ്. പിന്നെ ഈ R1M കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോർ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷനിലേക്ക് 2 ഇലക്ട്രോണിക്സിൻ്റെ കണക്ഷൻസ് വയ്ക്കുന്നത് കാണാം. അതൊരു ഇലക്ട്രോണിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ ഓരോ മോഡുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സസ്പെൻഷൻ സ്റ്റിഫ് ആവുന്നു, ലൈറ്റ് ആവുന്നു, അങ്ങനെയുള്ള സെറ്റിങ്സാണ് അവിടെ ഇലക്ട്രോണിക്കലി നടക്കുക. ഇപ്പോൾ നമ്മൾ റെയിനിലേക്ക് ഇടുമ്പോൾ സസ്പെൻഷനിൽ അതനുസരിച്ചുള്ള ചേഞ്ച് വരും. സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോൾ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫായിട്ട് നമുക്ക് കോർണറൊക്കെ എടുക്കാനുള്ള ഒരു എബിലിറ്റി കൂട്ടിത്തരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്ലീൻ്റെയാണ് സസ്പെൻഷൻസ് ഈ R1 പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ നല്ലൊരു പെർഫോമൻസ് തരുന്ന സസ്പെൻഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാലും നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുള്ള R1 എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ചെറിയൊരു ടെയിൽ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൽ എക്സോസ്റ്റ് സൗണ്ട് മൗണ്ടഡ് ആണ്. നേരത്തെ കണ്ടിട്ടുള്ളതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാക്കിലെ സീറ്റിൻ്റെ പുറകിലായിട്ട് 2 എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇത് വേറെ ലുക്കായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒതുങ്ങി, പഴയ R1 എന്നൊക്കെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ആയിട്ട് നല്ല ഒതുങ്ങി ചെറിയൊരു വണ്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു വണ്ടി എന്നൊരു കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. കമ്പയർഡ് ടു ദ ഓൾഡർ വേർഷൻ ഭയങ്കര എക്സ്ട്രീംലി ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഉള്ളൊരു വണ്ടിയായിട്ടാണ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കുറേ ലുക്ക് വൈസ് ആണെങ്കിലും തന്നെ ഒരു ഏലിയൻ ലുക്കിലൊക്കെയാണ് വണ്ടി ഇരിക്കുന്നത്. 2 ഹെഡ്ലൈറ്റ്സ് ഫ്രണ്ടിൽ, പക്ഷേ അത് ആണെങ്കിലും പെട്ടെന്ന് കാണാനൊന്നും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനൊരു സീറ്റിംഗ് പൊസിഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിപ്പോൾ ഒരു എക്സ്പേർട്ട് ഭാഗമായിട്ട് പിടിച്ച വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഓടി കുറേ ചുറ്റും കൂടി നടക്കുന്നത്. ഓസ്ട്രേലിയയിൽ നടന്നൊരു മോട്ടോ എക്സ്പോയിൽ പോയപ്പോൾ അവിടെ ഇരുന്ന വെഹിക്കിളാണ്. അന്ന് ഇതിപ്പോൾ സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കിക്കഴിയുകയാണെങ്കിലും ഓൾഡർ വെർഷൻ R1 ആണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഹൈ പൊസിഷനിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഒരു നോർമൽ ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിലും ശരിക്കും ഫുള്ള് കാല് താഴെ ഇരുന്നത്തില്ലായിരുന്നു. ഇതും മാറ്റമൊന്നുമില്ല. ഇത് ഇച്ചിരിയുടെ ഹൈറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ റോഡിലേക്കോ ട്രാക്കിലൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസും നല്ല ഹാൻഡ്ലിങ്ങും നല്ല റൈഡിങ് പൊസിഷനൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഫ്രണ്ട് ആൻഡ് ഗ്രിപ്പ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളവരും അതുപോലെ ഇവിടെയുള്ള ടെക്നീഷ്യൻസും പറഞ്ഞത്. ഫ്രണ്ടിൻ്റെ ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കോർണർ ചെയ്യാനും അതിനുള്ള ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ കാർബൺ ഫൈബറിൻ്റെ കുറേ യൂസേജ് ഉണ്ട്. അതായത് നമ്മൾ ഈ നോർമൽ കാണുന്ന ഫെയറിങ്ങും അതുപോലെ ഫ്രണ്ടിലെ മൺഗാർഡ്, ഇതൊക്കെ ഒരു വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ഈ R1M അവർ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പവർ ഔട്ട്പുട്ട് കുറച്ച് കൂടും, കാരണം വണ്ടി ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആവും. അങ്ങനെയുള്ള സംഭവം ഇപ്പോൾ ഈ സൈഡിലൊക്കെ കാണുന്നതും ഒക്കെ കാർബൺ ഫൈബറാണ്. ഒറിജിനൽ കാർബൺ ഫൈബറിൻ്റെ പാനൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ R1M വേർഷനിൽ മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പുറത്തിരിക്കുന്ന ഒരു നീല വെഹിക്കിൾ കാണാൻ പറ്റുന്നുണ്ട്. അത് R1 2018 ലുക്ക് വൈസ് രണ്ടും സെയിം ആണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ഇലക്ട്രോണിക് സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെയുള്ള മെറ്റീരിയലിൻ്റെ ഡിഫറൻസുകളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം അതിൻ്റെ കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഫ്രണ്ടിലെ വൈസറും കണ്ട് ഭയങ്കര ഗ്ലോസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിലൊരു എയർ ഇൻടേക്ക് ഉണ്ട്, 2 ഹെഡ്ലൈറ്റ്സ് ഉണ്ട്, പ്രൊജക്റ്റഡ് ആണ്. ഇങ്ങനെ ഒതുങ്ങി ആരും കാണാത്ത പോലെ റേഡിയേറ്റർ ഗ്രില്ലിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ R1M എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട് സൈഡിൽ. ഇതൊക്കെ കണ്ടോ കാർബൺ ഫൈബറിൻ്റെ ആണ്. മൺഗാർഡിൻ്റെ പോർഷനും ഇപ്പുറത്തുള്ള ഫെയറിങ്ങും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതുപോലെ ഈ വണ്ടിയും ലുക്ക് വൈസ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നോർമൽ ഫൈബറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ.
അപ്പോൾ ഇതിന് മറ്റേ R1M നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇലക്ട്രോണിക് സസ്പെൻഷൻ മറ്റേത് നമ്മൾ കണ്ടു, പക്ഷേ ഇതിൻ്റെ ഇലക്ട്രോണിക് സസ്പെൻഷൻ നല്ലതായിരുന്നേ. ഇവിടെ നമ്മൾ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കാണുന്ന പോർഷൻ നമുക്കത് മാനുവലി നമ്മുടെ ഒരു റൈഡിങ് കംഫോർട്ടൊക്കെ അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺട്രോൾസ് ഇവിടെയുള്ള ഒരു സെറ്റിങ്സിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് അതിൽ ഇലക്ട്രോണിക്സിൽ തന്നെ മാറും, പക്ഷേ ഇവിടെ നമ്മൾ മാനുവലായിട്ട് ഓരോ മോഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് നമ്മുടെ റൈഡിങ് കണ്ടീഷനൊക്കെ അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാം. ബാക്കി റിയർ സൈഡും എല്ലാം സിമിലറാണ്. ഈവൻ അലോയ് വീലിൻ്റെ ഡിസൈനും എല്ലാം തന്നെ ഒരുപോലെ ആയിരിക്കും. ഈ ഒരു മെറ്റീരിയൽ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. എൻജിനൊക്കെ ആണെങ്കിലും സെയിമാണ് ഉപയോഗിക്കുന്നത്. ഒരു 200 bhp ഔട്ട്പുട്ട് വരുന്ന ഇൻലൈൻ 4 സിലിണ്ടർ എൻജിൻ. പഴയ R1ലും സെയിം ടൈപ്പ് ഓഫ് എൻജിനായിരുന്നു, പക്ഷേ ഇതാണ് ഒരു ചൂട് റിഫൈൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.